ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ചെയ്യാം. ആ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ചതുരം തന്നിട്ടുണ്ട്. ചതുരം എന്ന് പറഞ്ഞാൽ എന്താ? ചതുരം എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആണ്. ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. പെരിമീറ്റർ is equal to 2 into 2 into നീളം പ്ലസ് വീതിയാണ് നമ്മുടെ പെരിമീറ്റർ കാണാനായിട്ടുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത്. പെരിമീറ്ററിന്റെ മലയാളമാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിട്ട് നോക്കിക്കേ. ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. റെക്ടാംഗിൾ എന്ന് വെച്ചാൽ ചതുരം തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിന്റെ വശങ്ങൾ ഇത് നീളമാണ്, ഇത് നീളം, ഇത് വീതിയാണ്. നീളത്തിന് നമ്മൾ എക്സ് എന്നും വീതിനെ നമ്മൾ വൈ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് കാണുന്ന ഈക്വേഷൻ നമുക്കറിയാം 2 into l plus b ആണ്. ചുറ്റളവ് തന്നിട്ടുണ്ട് ഓൾറെഡി 42 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ വികരണം, ദാറ്റ് ഈസ് ഡയഗണൽ തന്നിട്ടുണ്ട്. ഡയഗണലാണ് വികരണത്തിന് പറയുന്നത് കേട്ടോ. വികരണം തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ എക്സും വൈയും നീളം ഇത് എത്രയാണ്, നീളം എത്രയാണ്, വീതി എത്രയാണ്, അതായത് വശങ്ങളുടെ നീളങ്ങൾ കാണണം, എക്സും വൈയും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ ഈ ഒരു ഉത്തരത്തിലേക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് അറിയുന്ന ഈക്വേഷൻ കിട്ടാം. നമ്മളെ പെരിമീറ്റർ കാണാനായിട്ടുള്ള ഈക്വേഷൻ നമുക്ക് അറിയാം. ഒന്ന് എഴുതി വെക്കാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവാണ് കേട്ടാ. പെരിമീറ്റർ കാണാനായിട്ടുള്ള ഈക്വേഷൻ കിട്ടാം. പെരിമീറ്റർ കാണാനായിട്ട് 2 into നീളം പ്ലസ് വീതി l plus b. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ 2 into l എന്ന് പറയുന്ന നീളം അല്ലേ. നീളത്തിന് ഞാൻ എന്താ പേര് കൊടുത്തിട്ടില്ലേ? എക്സ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. വീതിനെ ഞാൻ എന്താ പേര് കൊടുത്തിട്ടുള്ള? വൈ എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 into x plus y. ഓക്കെ, ഇത് എത്രയാണ് തന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചോദ്യത്തിൽ? എത്രയാ തന്നിട്ടുണ്ട്? 42 തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനെ നമുക്ക് ഇത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. ഇത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ആരോ മെസ്സേജ് ഒന്നുമല്ലോ ആരാ? ഓക്കെ, നോക്കിക്കോ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നോക്കിക്കോ, ഈ 2നെ നമുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടാവാം. ഓക്കെ, ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട് 2 into x plus y is equal to 42 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടിനെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ എക്സ് പ്ലസ് വൈ കിടക്കുന്നുണ്ട്. ഈ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന 2 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ 42 ഓൾറെഡി കിടക്കുന്നുണ്ട്. ഈ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന സംഭവം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 42 2 പ്രാവശ്യം. ഓക്കെ, 21 കിട്ടും. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 21 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതുവരെ മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 21 എന്ന് കിട്ടി. ഇതിൽ നിന്ന് y is equal to നമുക്ക് എന്ത് എഴുതാം? y is equal to ഈ y is equal to എന്ത് എഴുതാം? അവിടെ ഓൾറെഡി എന്ത് എടുക്കുന്നുണ്ട്? 21 എടുക്കുന്നുണ്ട്. ഈ x അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 21 മൈനസ് എക്സ് എന്ന് കിട്ടും. y is equal to 21 മൈനസ് എക്സ്. എന്തിനാ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്? നമുക്ക് x എന്ന് പറയുന്ന വാരിയബിളും y എന്ന് പറയുന്ന വാരിയബിളും അങ്ങനെ 2 വാരിയബിൾ ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇതിനെ x എന്നും ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? y ആയിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമുക്ക് 21 മൈനസ് എക്സ് എന്ന് എഴുതാം. കിട്ടിയല്ലോ? മനസ്സിലായോ? അതായത് 2 വാരിയബിൾ, എക്സ് എന്ന് പറയുന്ന ഒരു ചരമുണ്ട്, എക്സ് ചരം എന്ന് വെച്ചാൽ വാരിയബിൾ കേട്ടോ, വൈ എന്ന് പറയുന്ന വേറൊരു ചരമുണ്ട്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള 2 ചരങ്ങൾ വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്താക്കി? എക്സ് എന്ന് പറയുന്നത് ഒരു ചരമായിട്ട് എടുത്തു. അതിന്റെ തന്നെ വൈന് പകരം നമ്മൾ എന്ത് എഴുതി? 21 മൈനസ് എക്സ് എഴുതി. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഇത് വെച്ച് കാൽക്കുലേഷൻ ചെയ്യാം. അതായത് ഇതുവരെ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നോക്കണ്ട. y is equal to 21 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ ഇതിനെ ഈ ഒരു ഭാഗത്തിനെ നമുക്കിപ്പോ ഒരു ട്രയാങ്കുലർ ഷേപ്പിലല്ലേ കിടക്കുന്നത്? ഇതൊരു ത്രികോണമായിട്ടല്ലേ കിടക്കുന്നത്? എന്ത് ത്രികോണമായിട്ട് കിടക്കുന്നത്? ഇത് നമുക്കറിയാം, ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതൊരു മട്ടത്രികോണമായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിനെ ഞാൻ ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഇവിടെ തന്നെ വരയ്ക്കാം, കൺഫ്യൂഷൻ ആവണ്ട. നോക്കിക്കേ, ഇതൊരു മട്ടത്രികോണത്തിന്റെ ഒരു രീതിയിലല്ലേ കിടക്കുന്നത്? ഓക്കെ, ഇതേ സംഭവം ഇതാ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഇങ്ങനെയല്ലേ എടുക്കുന്നത്? ഈ പീസിനെ മാത്രം ഞാൻ എടുത്തു എന്ന് വിചാരിച്ചു. ഇതിനെ മാത്രം ഇപ്പോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മട്ടത്രികോണം കണ്ടോ, ഇതിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും. എനിക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? വാല്യൂസ് കൊടുക്കാലോ. ഇതിനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞു. ഇതെന്താ നമുക്ക് പറയാം? മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ഇതിനെന്ത് പറയാം? ഇതിനെ പാദം എന്ന് പറയാം.
ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് പറയാം? ഇതിന് ബേസ് എന്ന് പറയാം. ഓക്കെ, ഇതിനെന്ത് പറയാം? ഇതിന് ആൾട്ടിറ്റ്യൂഡ് എന്നോ പെർപെൻഡിക്കുലർ എന്നോ പറയാം. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്താ ഉയരം എന്ന് പറയാം. എത്രയാ തന്നിട്ടുള്ളത്? നമുക്ക് 21 മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇത് 15. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യെസ്, ഇതിലോട്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താ നമുക്കറിയാലോ. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് ഞാൻ തിയറം എഴുതി വെക്കാം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ is equal to hypotenuse square. ഇനി മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ is equal to കർണം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിൽ പാദം എന്തുട്ടാ? പാദം എന്ന് പറഞ്ഞാൽ നേരെ എടുക്കുന്ന എക്സ്. ഇനി നമ്മുടെ പെർപെൻഡിക്കുലർ ലംബം ഉയരം എന്നൊക്കെ പറയുന്നത് എന്തുട്ടാ? അത് നമ്മളെ പാദം സ്ക്വയർ ഉണ്ട് കേട്ടോ, എക്സ് സ്ക്വയർ. എന്നിട്ട് എത്ര എടുക്കുന്നത്? 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം എത്രയാ? കർണം എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ. കിട്ടിയല്ലോ. നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടൂട്ടാ. യെസ്, ഇത്രയും കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഈ 21 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നത് ഇത് എന്ത് ഫോമിലേക്ക് എടുക്കുന്നത്? ഇത് എടുക്കുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ എടുക്കുന്നത്. ഉണ്ടോ? 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷനിലേക്ക് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണല്ലോ. ഓക്കെ, നമുക്ക് അറിയാലോ. അപ്പൊ അത് ഇവിടേക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇതിലോട്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എ സ്ക്വയർ എന്നല്ലേ, എ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതണം ഇവിടെ? 21 സ്ക്വയർ. എ സ്ക്വയറിന് പകരം 21 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2ab എന്നല്ലേ, 2 ഇൻറ്റു ab 21 ഇൻറ്റു എക്സ് 21x ab പ്ലസ് ഇതിന് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടുന്നുണ്ട് പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 15ന്റെ സ്ക്വയർ 225 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. യെസ്, ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, വലിയൊരു സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഇൻറ്റു 21 സിഗൽ ടു 1 1 1 2 2 1 2 2 2 2 4 4 4 1 441 മൈനസ് 2 ഇൻറ്റു 21 എക്സ് എന്ന് പറയുമ്പോൾ ഒരു 2 2 1 2 4 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 225. ക്ലിയർ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ആ 225 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ എന്ത് എടുക്കുന്നുണ്ട്? ഓൾറെഡി എക്സ് സ്ക്വയർ പ്ലസ് 441 മൈനസ് 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു അല്ലോ ആ 225 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ പ്ലസ് ആയിട്ട് കിടക്കുന്ന 225 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 225. ഇനി അവിടെ എന്താ ഉള്ളത്? അവിടെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. മനസ്സിലായോ? ഈ സ്റ്റെപ്പുകളൊന്നും നോക്കിക്കേ, മനസ്സിലായോ? നോക്കിക്കേ, ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ നമുക്ക് ഇനി ഇവിടുന്ന് മുതൽ തുടങ്ങാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ കണ്ടോ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. എത്ര എക്സ് സ്ക്വയർ ആയി ടോട്ടൽ? 2 എക്സ് സ്ക്വയർ ആയി. 2x സ്ക്വയർ പ്ലസ് 441. ഒരേപോലെയുള്ള സംഖ്യകൾ തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 441 നിന്ന് മൈനസ് 42 എക്സ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് 441 പറയുമ്പോൾ ഒരു നമ്പർ മാത്രമാണ്. ഇതൊരു ആൽഫ ന്യൂമറിക്, അതായത് ഒരു നമ്പർ കൊണ്ട് ഒരു എക്സ് ABCD പോലത്തെ സംഭവം ഉണ്ട്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 441 ഇതും ചെയ്യാൻ പറ്റും. സോ ഒരുമിച്ച് എഴുതാം. 441 മൈനസ് 225. ബാക്കി എന്തുണ്ട്? മൈനസ് 42
എക്സ് കറന്നില്ലല്ലോ ഇസ് ഈക്വൽ ടു 0. ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാം. 2x² അതുപോലെ തന്നെ എഴുതി വെച്ചു. പ്ലസ് 441 നിന്ന് 225 കുറയ്ക്കാം. 441 നിന്ന് 225 കുറയ്ക്കുന്ന സമയത്ത് ബോറോ ചെയ്ത് 11 6 ഇവിടെ 3 ആയിരുന്നു. 3 2 പോയി 1 ഇവിടെ 4 216 മൈനസ് 42 എക്സ് ഇസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? ഓക്കെ, ഇതിനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഓർഡർ അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ എഴുതാറ്? ഈ ഒരു ഓർഡറിലാണല്ലോ എഴുതാറ്. ഇതിന്റെ ഒരു ജനറൽ ഫോർമുല വന്നിട്ട് 2x². ഇതിനെങ്ങനെ എഴുതിയിട്ട് -42x പ്ലസ് 216 ഇസ് ഈക്വൽ ടു 0. ഇതുവരെ മനസ്സിലായി? നോക്കിയേ, ചെക്ക് ചെയ്യൂടാ. ഇതുവരെ മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എക്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സോ വാല്യൂസ് കൊടുക്കാം. ഇവിടെ എ ബി സി ഏതാണെന്ന് എഴുതി വെച്ചോട്ടാ. എ ഇസ് ഈക്വൽ ടു ആദ്യത്തതല്ലേ എന്ന് പറയുന്നത്, രണ്ടാമത്തല്ലേ ബി എന്ന് പറയുന്നത്, മൂന്നാമത്തല്ലേ സി എന്ന് പറയുന്നത്. അപ്പൊ എ ഇസ് ഈക്വൽ ടു 2 ആണ്. ബി ഇസ് ഈക്വൽ ടു -42 ആണ് കേട്ടോ, -42. സി ഇസ് ഈക്വൽ ടു 216. ഇത്രയും കിട്ടി. സോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു -b. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. ആ മൈനസും കൂടുമ്പോൾ -42 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? ശരിക്കും 40 പ്ലസ് ആണ് കേട്ടോ. അതായത് ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ. മൈനസ് ഇട്ടു. അവിടെ ഓൾറെഡി കിടക്കുന്നത് -42 ആണ്. ഓക്കെ, അപ്പൊ ഈ മൈനസും പ്ലസ് ആവുന്ന മനസ്സിലാക്കാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -42ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എത്രയായിരുന്നു? 2 ഇൻറ്റു സി എത്രയായിരുന്നു? 216 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയായിരുന്നു? 2 ഇൻറ്റു 2. ക്ലിയർ? ഓക്കെ, ഒരേപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഫോളോ ചെയ്ത് തന്നെ പോവാ കേട്ടോ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ മൈനസും എന്താവും പറഞ്ഞു? പ്ലസ് ആവും എന്ന് പറഞ്ഞില്ലേ? സോ 42 പ്ലസ് ഓർ മൈനസ്, ഇനി 42ന്റെ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. ആ 1764. അപ്പൊ നിങ്ങൾ ഒരിക്കലും മൈനസ് അവിടെ പോയി ഏത് സംഖ്യയുടെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, സോ അവിടെ മൈനസ് ഇല്ല. 1764 മൈനസ് 4 ഇൻറ്റു 2 പറയുമ്പോൾ 8 ഇൻറ്റു 216. 5 8 46 8 48 48 കിട്ടും. ബാക്കി 4 ഒരു 8 8 9 10 11 12 12 2 ബാക്കി 1 ഒരു 8 8 2 16 16 17 1728 divided by 2 2 4. Okay, so calculation 42. Come on. 42 plus or minus root of 1764 നിന്ന് 1728 കുറയ്ക്കുക. 1764 മൈനസ് 1728. 14 ഇട്ട് കഴിഞ്ഞാൽ 9 10 11 12 13 14 6 ഇവിടെ 5 ആയി. 5 2 പോയി കഴിഞ്ഞാൽ 3 36 കിട്ടും. സോ 36 divided by 4. യെസ്, 6 36. ഓക്കെ, നമുക്ക് ഇതുണ്ട് കേട്ടോ, റൂട്ട് ഉണ്ട്. സോ ഇസ് ഈക്വൽ ടു 42 പ്ലസ് ഓർ മൈനസ് 36ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, വെരി ഗുഡ്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി 2 സെക്ഷനായിട്ട് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നോക്കിക്കേ, ഇതിനെ മുതൽ ഇനി നമുക്ക് 2 സെക്ഷനായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഒന്നുകിൽ 42 പ്ലസ് 6/4, പിന്നെ എന്ത് എഴുതാം? 42 മൈനസ് 6/4. 2 ഉത്തരങ്ങൾ കിട്ടിയല്ലോ. ഇപ്പൊ 42 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 48 ബൈ 4 ഉണ്ട്. ഇവിടെയോ? ഇവിടെ 42 മൈനസ് 6 എന്ന് പറയുമ്പോൾ 36/4. ക്ലിയർ അല്ലേ? 2 ഉത്തരങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഉത്തരം എത്ര കിട്ടും? 4 4 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 12. ഇവിടെ നമുക്ക് 12 കിട്ടി. ഇവിടെ എത്ര കിട്ടും? 9 9 2 9 9 കിട്ടും. കിട്ടിയല്ലോ, 12 കിട്ടി. ഇപ്പൊ 2 ഉത്തരങ്ങൾ കിട്ടി, 12 കിട്ടി, 9 കിട്ടി. ഓക്കെ,
12 9 കേട്ടോ. നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടിയിട്ടില്ല. എക്സിന് 12 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മുടെ നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഇതാ എക്സിന് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ ഇവിടെ നിന്ന് മുതൽ തുടങ്ങും. എക്സിന് 12 കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 12 കിട്ടിയിട്ടുണ്ട് ആൻഡ് 9 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് എങ്ങനെ നോക്കുക? നമുക്കറിയാം ചുറ്റളവ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. ചുറ്റളവ് പെരിമീറ്റർ എത്ര തന്നിട്ടുള്ളത്? പെരിമീറ്ററിന്റെ ഇക്വേഷൻ നോക്കാം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു നീളം എത്രയാണ്? നീളം എന്ന് പറയുന്നത് 12 ആയിട്ട് എടുക്കാം. പ്ലസ് മറ്റേത് എത്രയാന്ന് പറഞ്ഞിട്ടുള്ളത്? 21 മൈനസ് 12. സോ 2 ഇൻറ്റു 12 പ്ലസ് സോ 2 ഇൻറ്റു 12 പ്ലസ് 9, 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 19 20 21 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 21 ഇസ് ഈക്വൽ ടു 42 മീറ്റർ എന്ന് കിട്ടും. 42 മീറ്റർ ആണോ നമുക്ക് തന്നിട്ടുള്ളത്? എം ആണ് കേട്ടോ. 42 മീറ്റർ എന്നാണോ നമുക്ക് തന്നിട്ടുള്ളത് ചോദ്യത്തില്? അതിന്റെ ചുറ്റളവ് ആണോ? എവിടെയാ? ഇപ്പുറത്താണ്. 42 മീറ്റർ. യെസ്, അപ്പൊ ഉത്തരം ശരിയാണ്. നമുക്ക് ഉത്തരങ്ങൾ വന്നിട്ട് 12ഉം 9ഉം ആണ്. അതായത് 12 എന്നുള്ളത് നീളമായിട്ടും 9 എന്നുള്ളത് വീതിയായിട്ട് എടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 12ഉം 9ഉം ആണ് ഉത്തരം വരുന്നത്. സോ നീളം 12 ആയിട്ടും നീളം 12 ആയിട്ട് എടുത്തു, വീതി വന്നിട്ട് 9 ആയിട്ട് എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു. നമ്മളിത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ.